പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന ഏറ്റവും പുതിയ പ്രീപോൾ സർവേ ഫലങ്ങൾ കേന്ദ്ര ഭരണകക്ഷിയായ ബിജെപിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബംഗാൾ പിടിച്ചെടുക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ബിജെപി രംഗത്തിറങ്ങുമ്പോഴും ജനമനസ്സുകളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഇന്നും അജയ്യരായി തുടരുന്നുവെന്നാണ് വോട്ട് വൈബ്സ് പുറത്തുവിട്ട സർവേ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ 4ാം തവണയും മമതാ ബാനർജി തന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമെന്നാണ് പ്രവചനം. 294 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 148 സീറ്റുകൾ എന്ന കടമ്പ തൃണമൂൽ കോൺഗ്രസ് അനായാസം മറികടക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 184 മുതൽ 194 വരെ സീറ്റുകൾ TMC നേടുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ തവണ 3 സീറ്റുകളിൽ നിന്ന് 77 സീറ്റുകളിലേക്ക് കുതിച്ചു കയറിയ ആവേശം ഇത്തവണ അധികാരം പിടിക്കാൻ സഹായിക്കുമെന്ന് ബിജെപി കണക്ക് കൂട്ടിയിരുന്നു. ഇതിനായി കേന്ദ്ര ഏജൻസികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനങ്ങളെയും ബിജെപി ഉപയോഗിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെയാണ് ഈ സർവേ പുറത്തുവരുന്നത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ഭരണം പിടിക്കാൻ അത് മതിയാകില്ല. 98 മുതൽ 108 വരെ സീറ്റുകളാണ് ബിജെപിക്ക് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും TMC ബഹുദൂരം മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസിന് 41.9% വോട്ട് വിഹിതം ലഭിക്കുമ്പോൾ ബിജെപിക്ക് 34.9% വോട്ട് മാത്രമേ ലഭിക്കൂ. ഇരു പാർട്ടികളും തമ്മിലുള്ള 7% ഈ വോട്ട് വ്യത്യാസം ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയൊരു വിടവാണ് കാണിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം മമതയെ തകർക്കുമെന്ന് ബിജെപി പ്രചരിപ്പിക്കുമ്പോഴും സർവേയിലെ മറ്റൊരു കണക്ക് ബിജെപിയെ പ്രതിരോധത്തിലാക്കുകയാണ്. സർവേയിൽ പങ്കെടുത്ത 36.5% ആളുകളും തങ്ങളുടെ മണ്ഡലത്തിലെ നിലവിലെ TMC MLA-മാർക്ക് തന്നെ വീണ്ടും വോട്ട് ചെയ്യാനാണ് താൽപര്യം പ്രകടിപ്പിച്ചത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും വലിയ മാറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തിയിരിക്കുന്നത്. മുൻപ് 8 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പ് ഇത്തവണ വെറും 2 ഘട്ടങ്ങളിലായി ഒതുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 23, ഏപ്രിൽ 29 തീയതികളിൽ വോട്ടെടുപ്പ് നടക്കും. മെയ് 4-നാണ് അന്തിമ ഫലപ്രഖ്യാപനം. വോട്ടർ പട്ടികയിൽ നിന്ന് 7.5 ലക്ഷത്തോളം പേരെ നീക്കം ചെയ്ത നടപടി TMC ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും സർവേ ഫലങ്ങൾ കാണിക്കുന്നത് മമതയുടെ ജനപിന്തുണ തകർക്കാൻ ഇത്തരം നീക്കങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നാണ്. ബംഗാളിലെ ഹിന്ദു വോട്ടർമാരിലും വലിയൊരു വിഭാഗം ഇന്നും മമതയ്ക്കൊപ്പമാണെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അസദുദ്ദീൻ ഒവൈസിയുടെ AAMIയും മുൻ TMC MLA ഹുമയൂൺ കബീറും ചേർന്നുള്ള സഖ്യം ശ്രമിക്കുന്നത് മമതയ്ക്ക് വെല്ലുവിളിയാണെന്ന് കരുതപ്പെട്ടിരുന്നു. ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹുമയൂൺ കബീർ മുസ്ലിം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയാൽ അത് ബിജെപിക്കാണ് ഗുണകരമാവുക. ബിജെപിയുടെ B ടീം എന്നാണ് ഒവൈസിയെ മമത വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മുസ്ലിം വോട്ടർമാർ ഒന്നടങ്കം മമതയുടെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ഇടതുപക്ഷവും കോൺഗ്രസും ഇത്തവണയും ബംഗാളിൽ ചിത്രത്തിലെ തെളിഞ്ഞിട്ടില്ലെന്നാണ് സർവേ പറയുന്നത്. വോട്ട് വിഹിതത്തിൽ അവർക്ക് വലിയ ഇടിവ് സംഭവിക്കുമെന്നാണ് പ്രവചനം. ആർജികർ മെഡിക്കൽ കോളേജ് സംഭവം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആർജികർ ഇരയുടെ അമ്മയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബിജെപി ടിക്കറ്റ് നൽകിയിരുന്നു. മമതയെ പ്രതിരോധത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ബിജെപി അത്തരം നീക്കങ്ങൾ നടത്തിയത്. ഇടതുപക്ഷത്തിന്റെയോ കോൺഗ്രസിന്റെയോ വോട്ടുകൾ ആര് നേടിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സീറ്റുകളുടെ അന്തിമ എണ്ണം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചികയായാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ബംഗാളിൽ 4ാം തവണയും മമത അധികാരത്തിലെത്തിയാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. മോദി പ്രഭാവം മങ്ങുന്നു എന്നതിന്റെ തെളിവായി പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കാട്ടും. തമിഴ്നാട് ഗവർണറെ മാറ്റിയതും DGPയെ മാറ്റിയതും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഇടപെടലുകൾക്ക് ശേഷവും മമതയ്ക്ക് അനുകൂലമായി ജനവിധി വന്നാൽ അത് ബിജെപിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. എന്തായാലും ബംഗാൾ ഇത്തവണയും മമതയ്ക്കൊപ്പം സഞ്ചരിക്കുമെന്നാണ് പ്രീപോൾ സർവേയുടെ രത്നചുരുക്കം.